ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മലപ്പുറം തൃക്കലങ്ങോട് പുതിയത്ത് വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ. ഷൈമ സിനിവറാണ് മരിച്ചത്. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ആൺസുഹൃത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൈമ മരിച്ചതറിഞ്ഞതാണ് അയൽവാസിയായ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഷൈമയുടെ വിവാഹ നിശ്ചയമായിരുന്നു. വിശദാംശങ്ങളുമായി ദേവിക രാജേന്ദ്രൻ ചേരുന്നു. ദേവിക, ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം ഈ ആൺസുഹൃത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അമല, ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വൈകുന്നേരം 6:30 കൂടിയാണ് ഈ ഷൈമയെ വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഷൈമ താമസിച്ചിരുന്നത് അച്ഛന്റെ അനുജന്റെ വീട്ടിലായിരുന്നു. ഷൈമയുടെ അച്ഛൻ 2 വർഷം മുൻപ് മരിച്ചതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഷൈമ താമസിച്ചിരുന്നത്. ഷൈമയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഷൈമയുടെ നിക്കാഹായിരുന്നു, അതായത് വിവാഹം ഉറപ്പിച്ചിരുന്നു. ഇതിനുശേഷം ഈ ഷൈമയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഷൈമയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഈ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഈ വിവാഹത്തിൽ ഈ 18-കാരിക്ക് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ ഷൈമ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതായത് ഈ ഷൈമ അയൽവാസിയായ ആൺസുഹൃത്തുമായി അടുപ്പത്തിലായിരുന്നു. ആ വിവാഹം നടത്തി കൊടുക്കാത്തതിലെ മനോവിഷമത്തിലാണ് ഈ 18-കാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ഷൈമ ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞാണ് ഇപ്പോൾ അയൽവാസിയായിട്ടുള്ള ഈ യുവാവും 19 വയസ്സുകാരനായ യുവാവാണ്. അയാളും കൈഞ്ഞരമ്പ് മുറിച്ചിരിക്കുന്നത്. അയാൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സാരമായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഷൈമയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമല. ശരി ദേവിക. മലപ്പുറം തൃക്കലങ്ങോട് യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. അതും നവവധു, പുതിയ ജീവിതത്തേക്ക് പിച്ച വെച്ച് തുടങ്ങുന്ന ഓരോ പെൺകുട്ടികളും. അപ്പോൾ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേക്ക് ആത്മഹത്യ. എന്ത് സ്കൂളിൽ വിഷയം ഉണ്ടെങ്കിലും ആത്മഹത്യ, തേച്ച് പോയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ, അവൾ തേച്ച് പോയതിന് ആത്മഹത്യ, എല്ലാത്തിനും ആത്മഹത്യ. ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ പറയുക, കുറച്ച് മനസ്സിനൊരു കട്ടില്ലാത്ത മക്കളാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവർക്ക് പുറം ലോകമായിട്ടുള്ള ബന്ധമല്ല. ഇപ്പോൾ ഫുള്ള് ഫോണും കാര്യങ്ങളുമായിട്ട് പുറം ലോകമായിട്ടുള്ള ബന്ധമല്ല. ഇപ്പം നമ്മളെ ഒരു മോളെ കെട്ടിച്ചു വിടുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക, അത് ശരിയായിക്കോളൂ, അതൊക്കെ പറയും, അതൊക്കെ സത്യമാണ്. പക്ഷെ ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ നിക്കാഹ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിക്കാഹ് കഴിഞ്ഞ ഒരു നവവധുവാണ്. ഈ നിക്കാഹിന് മോൾക്ക് താല്പര്യം ഇല്ല എന്നുള്ള ഒരു വിഷയമാണ് മോള് ആത്മഹത്യ ചെയ്തത്. അത് നിക്കാഹിൻ്റെ മുമ്പ് അവരോട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സമ്മതിച്ച് കാണൂല വീട്ടുകാർ. നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ, പഠിക്കുന്ന കാലത്ത് പ്രണയവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ചില കുട്ടികൾക്ക് എന്താ നിക്കാഹിന് എതിർപ്പുണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടുകാരെന്താ ചെയ്യുക, അത് മൈൻഡ് ചെയ്യാതെ നിക്കാണ്ട് ഉറപ്പിക്കും. ലാസ്റ്റ് വരുന്നതോ ആത്മഹത്യ. വെള്ളിയാഴ്ച നിക്കാഹ്, അതേപോലെ തന്നെ ഞായറാഴ്ച വൈകിട്ടൊക്കെയാണ് ഈ കുട്ടി, തിങ്കളാഴ്ച ആണ് അറിയുന്നത്, ഞായറാഴ്ച വൈകിട്ട് ആത്മഹത്യ ചെയ്തു. ഇപ്പം ഞാൻ പറയണത് എന്താ പറയുക, നമുക്ക് എന്തിനും തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത് മൊബൈലിൻ്റെ അഡിക്റ്റ് ആയിട്ടാണ്. കാരണം പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. പണ്ടത്തെ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ഫ്രണ്ട്സാളെ കാണുമ്പോൾ പറയാം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മൾ ആദ്യം പറയാം നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്, ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, പിന്നെ നമ്മൾ ഉമ്മാരുടെ അടുത്ത്, അങ്ങനെ പറയും. ഇപ്പോഴത്തെ ആരും ഒന്നും തുറന്ന് പറയില്ല ഒന്നും. ഇപ്പോൾ നമ്മൾ വിഷ്ണുജ മരണപ്പെട്ട് അവളെ കൂട്ടുകാരി ഒരുപാട് സത്യങ്ങൾ പുറത്തറിയിച്ച്. അത് ഈ ഒരു വിഷ്ണുജ അവൾക്ക് ചെയ്ത വാട്സപ്പ് മെസ്സേജും കോളുമായിട്ട് അവളായിട്ടുള്ള കോണ്ടാക്ട് കൊണ്ട് മാത്രമാണ് അവൾ അറിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊന്നും ആരും ആ ലോകത്ത് ഈ വിഷയങ്ങളൊന്നും ലോകം അറിയില്ല. അപ്പം ഞാൻ പറയണത് എന്താരോ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമ്മൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, ഒഴിവാക്കി പോരാ. നമ്മളെ കാലിൽ നിൽക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഒരു പരിധി വരെയൊക്കെ നമ്മളെ മക്കളോട് ക്ഷമിക്കാൻ പറയാം. പരിധി വിട്ടാൽ, അതായത് നമ്മളെ മേലേക്ക് നമ്മളെ ദേഹത്ത് ഉപദ്രവിക്കാനോ പരിധി വിട്ട് എന്തെങ്കിലും തുടങ്ങിയാൽ ഉടനടി അവിടുന്ന് പോരാൻ പറയണം. പിന്നെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത്. അതിന് എത്ര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിലും എത്ര ഇതാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ള വെള്ളം കുടിച്ച് നമുക്ക് അവിടെ ജീവിക്കാം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? കാരണം ഇപ്പം എന്താ, കുറേ അഡ്ജസ്റ്റ് ചെയ്യും, കുറേ നമ്മൾ മാനസികമായിട്ട് ഇടങ്ങാറായി നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ കാലിൽ നിൽക്കാൻ പഠിക്കണം. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാം. ഇനി ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അവർ കുടിക്കണ വെള്ളം നമുക്ക് തരാതെ നിൽക്കൂലല്ലോ. അപ്പോൾ എന്തോ ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആത്മഹത്യ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ആത്മഹത്യ, എല്ലാം എന്ത് പറഞ്ഞാലും ആത്മഹത്യയാണ്.
ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ചിന്തിച്ച് നാളത്തെ അവസ്ഥ എന്താണ്, നമ്മൾ അല്ലെങ്കിൽ അവരെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ, ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആക്സിഡൻറ്റും കാര്യങ്ങളും അസുഖവും കാര്യങ്ങളായിട്ട് എല്ലാവരും മരണപ്പെട്ടും കൊണ്ട് നിൽക്കുക. നമ്മളൊക്കെ എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ദൈവം തരാതെ നമ്മൾ സ്വയമായിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ആത്മഹത്യയും സൂയിസൈഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്ത് പ്രശ്നവും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു പെൺകുട്ടി ശ്രമിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് വരിക, തിരിച്ചു പോരുക. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കുക. എന്നാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ഒരു പരിധി വരെ ക്ഷമിക്കുക. ഒരു പരിധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുമല്ലോ ചിലപ്പം എന്തെങ്കിലും, ചില ആൾക്കാർ ദേഷ്യമുള്ള ആൾക്കാരാക്കാരം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് പിന്നെ സ്നേഹം ഉണ്ടാവും, അതൊക്കെ വിഷയമില്ല. പക്ഷെ നമ്മളെ ശരീരത്തിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാൽ അത് പിന്നെ ക്ഷമിച്ച് നിൽക്കരുത്. ഉടനടി പുറത്തിറങ്ങി പോവുക, പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് പോവുക. വെറുതെ കെട്ടി തൂങ്ങി ചാകാൻ നിൽക്കരുത്. ഓക്കെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.